നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശനെ അറിയാമോ? മുത്തശ്ശൻ്റെ മുത്തശ്ശനെയോ? മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശനെയോ? ഉണ്ടാകില്ല അല്ലേ? പക്ഷേ അവരുടെ ഒരു ചിത്രമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ ഒരു മുത്തശ്ശിയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. 75,000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മുത്തശ്ശി. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. നൂറ്റാണ്ടുകളായി മനുഷ്യനിലുണ്ടായ പരിവർത്തനമാണ് ഇന്നത്തെ മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തത്. ആ വംശത്തിലെ വിട്ടുപോയ കണ്ണിയാണ് നിയാണ്ടർതാലുകൾ. അവരിലെ ഒരു സ്ത്രീയുടെ മുഖമാണ് ശാസ്ത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള നമ്മുടെ മുത്തശ്ശിയെക്കുറിച്ചാകാം ഇന്നത്തെ വീഡിയോ. ആ മുത്തശ്ശിയെക്കുറിച്ചറിയാൻ വീഡിയോ മുഴുവൻ കാണുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾക്കറിയാവുന്ന തലമുറയിൽപ്പെട്ട മുത്തശ്ശിമാരുടെ പേര് എഴുതി നോക്കൂ. ആർക്കാണ് സ്വന്തം തലമുറയെക്കുറിച്ച് കൂടുതൽ ധാരണയുള്ളത് എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുരാതന മനുഷ്യ സമൂഹമായ നിയാണ്ടർതാലിലെ സ്ത്രീകളുടെ മുഖച്ഛായ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ശാസ്ത്രലോകം. ഏകദേശം 75,000 വർഷങ്ങൾക്ക് മുൻപ് യുറേഷ്യയിൽ ജീവിച്ചിരുന്ന പുരാതന മനുഷ്യ സമൂഹത്തിലെ ഒരു മുത്തശ്ശിയുടെ മുഖമാണ് ശാസ്ത്രം നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇറാഖിലെ കുർദിസ്ഥാനിലുള്ള ഷാനീദർ ഗുഹയിൽ നിന്ന് ലഭിച്ച തലയോട്ടിയുടെ മാതൃകയുടെ സഹായത്തോടെയാണ് ഈ മുഖം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത്ഭുതം തോന്നുന്നില്ലേ? 75,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടുക. മനുഷ്യന്റെ പരിണാമചക്രത്തിലെ വിട്ടഭാഗങ്ങൾ പൂരിപ്പിക്കുകയാണ് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ശാസ്ത്രലോകം ചെയ്യുന്നത്. ആദ്യം നിയാണ്ടർതാലുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഹോമോ എന്ന ജനുസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. പ്രൈമേറ്റ് ഗോത്രത്തിൽപ്പെട്ട ഇവ ഹോമിനിഡ് കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ്. ഭൂമിയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വികാസം പ്രാപിച്ച വിവേചന ബുദ്ധിയുള്ള ഏക ജീവി കൂടിയാണ് മനുഷ്യൻ. മാനസികവും സാംസ്കാരികവുമായ പുരോഗതി പ്രാപിച്ച ജീവിവർഗം. ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തിലും ചന്ദ്രനിലും വരെ മനുഷ്യർ കാലുകുത്തിയിട്ടുണ്ട്. ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഏക ജീവിയും മനുഷ്യനാണ്. നൂറ്റാണ്ടുകളുടെ അതിജീവനത്തിനൊടുവിലാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന ഹോമോ സാപ്പിയൻസായി പരിണമിച്ചിട്ടുള്ളത്. ആ പരിണാമചക്രത്തിലെ കണ്ണിയാണ് നിയാണ്ടർതാലുകളും. ആധുനിക മനുഷ്യർ രൂപം കൊണ്ടത് ആഫ്രിക്കയിലാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ആദിമ മനുഷ്യർ എങ്ങനെ വംശനാശ ഭീഷണിയെ അതിജീവിച്ചു എന്ന മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെ വ്യാപിച്ചു എന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആൾക്കുരങ്ങിൽ നിന്ന് പരിണമിച്ചതാകാം മനുഷ്യവർഗം എന്നാണ് ഡാർവിൻ വിഭാവനം ചെയ്യുന്ന പരിണാമ സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ആധുനിക മനുഷ്യനിൽ നിന്നും വേർപെട്ട ഒരു വിഭാഗം, അതാണ് നിയാണ്ടർതാലുകൾ. 1856 ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നിയാണ്ടർതാൽ മനുഷ്യനെ പറ്റി ലോകം അറിയുന്നത്. 1,20,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണ് അവരെന്നാണ് കരുതപ്പെടുന്നത്. 5 അടി 5 ഇഞ്ച് ഉയരം, മെലിഞ്ഞ ശരീരം, ചെറിയ മസ്തിഷ്കം, വികൃത രൂപം എന്നിവയായിരുന്നു ഇവരുടെ പ്രത്യേകതകൾ. നടക്കുന്നതിലും ഇവർക്ക് ചില വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഇവർ സംസാരിക്കാൻ പഠിച്ചതായി ശാസ്ത്രം പറയുന്നു. ഇതായിരിക്കണം മനുഷ്യന്റെ സംസ്കാരത്തിന്റെ തുടക്കമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വേട്ടയാടി ചെറു സംഘങ്ങളായി ഗുഹകളിൽ ജീവിച്ചിരുന്നവരാണ് ഇവർ. മരിച്ചവരെ സംസ്കരിക്കുമ്പോൾ ശവശരീരത്തിന്റെ കൂടെ ആയുധങ്ങളും മറ്റ് സാമഗ്രികളും അടക്കം ചെയ്തിരുന്നു. എന്നാൽ കാലക്രമത്തിൽ നിയാണ്ടർതാൽ മനുഷ്യൻ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നു. പലസ്തീനിലെ മൗണ്ട് കാർമൽ എന്ന സ്ഥലത്തു നിന്നും നിയാണ്ടർതാൽ മനുഷ്യന് സമാനമായ മനുഷ്യജീവികളുടെ അവശിഷ്ടം കണ്ടെടുത്തിട്ടുണ്ട്. ഈ മനുഷ്യരുടെ മുഖം പുനഃസൃഷ്ടിക്കുകയാണ് ശാസ്ത്രലോകം. പുരാതന മനുഷ്യ സമൂഹമായ നിയാണ്ടർതാലിലെ സ്ത്രീകളുടെ മുഖച്ഛായ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ശാസ്ത്രം. ഏകദേശം 75,000 വർഷങ്ങൾക്ക് മുൻപ് യുറേഷ്യയിൽ ജീവിച്ചിരുന്ന പുരാതന മനുഷ്യ സമൂഹത്തിലെ ഒരു മുത്തശ്ശിയുടെ മുഖമാണ് ശാസ്ത്രം നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇറാഖിലെ കുർദിസ്ഥാനിലുള്ള ഷാനീദർ ഗുഹയിൽ നിന്ന് ലഭിച്ച തലയോട്ടിയുടെ മാതൃകയുടെ സഹായത്തോടെയാണ് ഈ മുഖം രൂപപ്പെടുത്തിയിട്ടുള്ളത്. 1950കളിൽ കുറഞ്ഞത് 10 നിയാണ്ടർതാൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവശിഷ്ടങ്ങൾ ഷാനീദർ ഗുഹയിൽ നിന്ന് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നുവെങ്കിലും തലയോട്ടിയുടെ മിക്ക ഭാഗങ്ങളും ഷാനീദർ ഗുഹയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 75,000 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ തലയോട്ടി എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. തലയോട്ടിയുടെ ശകലങ്ങൾ വീണ്ടും കൂട്ടിച്ചേർത്ത ശേഷം വിദഗ്ധ പാലിയോ ആർട്ടിസ്റ്റുകൾ, അതായത് ചരിത്രാതീത കാലത്തെ ജീവിതത്തെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുന്ന കലാകാരന്മാർ ചേർന്ന് 3D മോഡൽ സൃഷ്ടിക്കുകയായിരുന്നു. ഏകദേശം 75,000 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച പുരാതന മനുഷ്യ സമൂഹത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന നെറ്റ്ഫ്ലിക്സിന് വേണ്ടി BBC സ്റ്റുഡിയോ ചിത്രീകരിച്ച് സീക്രട്ട് ഓഫ് ദ നിയാണ്ടർതാൽസ് എന്ന ഡോക്യുമെന്ററിയിലാണ് 3D
സ്ത്രീയുടെ രൂപം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. 2015 കുർദിഷ് അധികൃതരുടെ ക്ഷണപ്രകാരമാണ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഷാനിദറിൽ വീണ്ടും പരിശോധനയ്ക്കെത്തിയത്. തുടർന്ന് പ്രാദേശിക അധികാരികളുടെ അനുമതിയോടെ തലയോട്ടി UK കൊണ്ടുവരികയായിരുന്നു. 1 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് തകർന്നിരുന്ന തലയോട്ടി പുനഃക്രമീകരിക്കാൻ ശാസ്ത്രജ്ഞർക്കായത്. പുനർനിർമ്മിച്ച തലയോട്ടി പിന്നീട് സ്കാൻ ചെയ്യുകയും ഡച്ച് കലാകാരന്മാരായ ആൻഡ്രി അൽഫോൺസ് കെന്നിസ് എന്നിവർക്കും ഒരു 3D പ്രിന്റ് നൽകുകയുമായിരുന്നു. ജീർണിച്ച പല്ലുകളുടെ പരിശോധനയിൽ നിന്ന് 40കളുടെ മധ്യത്തിൽ മരിച്ച സ്ത്രീയുടെ തലയോട്ടി ആയിരുന്നിരിക്കാം തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. നിലവിലെ മനുഷ്യ സമൂഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപരിഷ്കൃതരായിട്ടായിരുന്നു നിയാണ്ടർതാലുകളെ ഒരു കാലഘട്ടം വരെ ശാസ്ത്രജ്ഞർ കണ്ടിരുന്നത്. എന്നാൽ ഷാനിദറിലെ പുതിയ കണ്ടെത്തലുകൾക്ക് ശേഷം ആ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിയാണ്ടർതാലുകളുടെ ശവസംസ്കാര ചടങ്ങുകളെക്കുറിച്ച് നിരവധി തെളിവുകൾ ഷാനിദറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉയരമുള്ള പാറകൾക്ക് സമീപമുള്ള ഇടുക്കിലാണ് നിയാണ്ടർതാലുകളെ അന്നത്തെ മനുഷ്യർ അടക്കിയിരുന്നത്. ചില അസ്ഥികൂടത്തിലുടനീളം പൂമ്പൊടി ലഭിച്ചതിനാൽ നിയാണ്ടർതാലുകളെ പൂക്കൾ കൊണ്ടാകാം സംസ്കരിച്ചിട്ടുണ്ടാവുക എന്ന സംശയം പോലും നിലനിൽക്കുന്നുണ്ട്. മതപരമോ ആത്മീയമോ ആയ രീതിയാകാം ഇതെന്നും വാദങ്ങളുണ്ട്. എന്നാൽ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന തേനീച്ചകളോ അല്ലെങ്കിൽ ശരീരത്തിന് മുകളിൽ വെച്ചിരുന്ന പുഷ്പങ്ങളിൽ നിന്ന് പൂമ്പൊടി അവശേഷിച്ചതാകാനാണ് സാധ്യതയെന്നും ബ്രിട്ടീഷ് സംഘം കരുതുന്നുണ്ട്. എന്തുതന്നെ ആയാലും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മുത്തശ്ശിയെ കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് എന്തായാലും മാനവരാശി. ഇത്തരത്തിൽ പുരാതന മനുഷ്യരെ ഇനിയും ഇങ്ങനെ തന്നെ കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.